ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ആലപ്പുഴയും ബോട്ട് പോയ പാർട്ട് 1 ഇട്ടീനല്ലോ, അതിൻ്റെ പാർട്ട് 2 ആട്ടോ വന്നിട്ടുള്ളത്. കുറച്ച് നേരം വൈകി. അപ്പോൾ നമ്മൾ സ്പീഡ് ബോട്ടിലൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉച്ചയ്ക്ക് ചോറ് നല്ല ടൈമായിട്ടോ. അങ്ങനെ ചോറുണ്ണാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും ഇരുന്നിട്ടോ. അപ്പോൾ ചോറിന് അവിയലുണ്ട്, സാമ്പാറുണ്ട്, പിന്നെ 2 വിധം ഉപ്പേരിയുണ്ട്, അതേപോലെ തന്നെ മീൻ പൊരിച്ചതുണ്ട്, ചിക്കൻ കറി, പിന്നെ ഇപ്പം എന്താ പപ്പടും അച്ചാറും സാലഡും. പിന്നെ ഞങ്ങൾ അവിടുന്ന് ചെമ്മീൻ വാങ്ങിച്ചിരുന്നു കേട്ടോ. അത് ഇവരെ പാക്കേജിൽ ഇല്ലാത്തതാട്ടോ. അത് വാങ്ങിച്ച് അതൊക്കെ ഫ്രൈ ചെയ്ത് തന്ന് പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതാ ഓരോരുത്തർ ഓരോ ഭാഗത്ത് കഴിക്കാണ്ട് ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് പൈനാപ്പിൾ കട്ട് ചെയ്ത് കൊണ്ടുവന്ന് തന്നീന് കേട്ടോ. അങ്ങനെ പൈനാപ്പിളും അങ്ങനെ എല്ലാതും തിന്ന് കഴിഞ്ഞ് എല്ലാവരും പിന്നെ ഉച്ചമയക്കത്തിലായിട്ട് എല്ലാവരും ഓരോ ഭാഗത്തിരുന്ന് ഇങ്ങനെ സംസാരിക്കലും, അതേപോലെ തന്നെ കുട്ടികളാണെങ്കിൽ ഓരോ ഗെയിമുകളൊക്കെ ഇങ്ങനെ കളിച്ചിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ താഴേക്ക് വന്നപ്പോണ്ട് ഐസും വണ്ടി, നമ്മളെ നാട്ടിൽ ഒരു വൈകുന്നേരം ആകുമ്പോൾ ഒരു ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാവില്ല ഐസും വണ്ടി ഇങ്ങനെ പോകണം, അതേപോലെ ഉണ്ടായിരുന്നു ഐസും വണ്ടി ഇങ്ങനെ വരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഓരൊക്കെ വന്ന് ഐസ് വേണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നമ്മൾ വേണ്ടാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്താ അവിടെ സംസാരിച്ചു നിന്നിട്ടോ മറ്റേ ഡ്രൈവർമാരുടെ അടുത്ത്. അപ്പോഴത്തേന് പിന്നെ ലിയ കിടന്നുറങ്ങിക്കണം കേട്ടോ. അങ്ങനെ ലിയനെ പിന്നെ വിളിച്ചുണർത്തി കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേന് ഒരു 4 മണി 4:30 ഒക്കെ ആയപ്പോഴത്തേന് നമുക്ക് ചായൻ്റെ ടൈമായിട്ടോ. അങ്ങനെ നല്ല പാൽ ചായയും അതേപോലെ തന്നെ നല്ല പഴംപൊരിയൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടോ. അങ്ങനെ അതൊക്കെ കുടിച്ച് പിന്നെ 11 മണി മുതൽ 5 മണി വരെ ആയിരുന്നു ഞങ്ങളെ ടൈം. അപ്പോൾ ഒരു 5 മണി 5:15 ആയപ്പോഴത്തേന് എല്ലാവരും ബോട്ടിൽ നിന്ന് ഇറങ്ങിട്ടോ. അങ്ങനെ എല്ലാവരും ഇറങ്ങി. പിന്നെ ഞങ്ങൾ അവിടുന്ന് നമ്മൾ പോണ വഴി തന്നെയാണ് പാർക്കും അതേപോലെ തന്നെ ബീച്ചും, രണ്ടും കൂടി തന്നെ കേട്ടോ, ഒന്ന് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ഒന്ന് പോയിട്ടോ. കുട്ടികൾക്കൊന്ന് ബീച്ചിലും അതേപോലെ തന്നെ പാർക്കിലൊക്കെ ഒന്ന് കയറാമെന്ന് കരുതിക്കാണ്ട് പോയി. പാർക്കിലൊക്കെ ആണെങ്കിൽ നല്ല റേറ്റ് ഉണ്ട്, നമ്മളെ നാട്ടിലേറെ നല്ല റേറ്റ് ഉണ്ട്, റൈഡിനൊക്കെ നല്ല റേറ്റ് ഉണ്ട്. അപ്പം അങ്ങനെ ഓരോരോ ഇതിന് വേണ്ടിയിട്ട് ഓരോന്നിൽ കയറ്റിക്കാണ്ട് പിന്നെ ഞങ്ങളങ്ങനെ ബീച്ചിൻ്റെ ഭാഗത്തേക്ക് പോയി. പിന്നെ കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരുന്നിട്ട് നല്ല ആൾക്കാരുണ്ട് കേട്ടോ, നല്ല തിരക്കുണ്ട്, നല്ല തിരക്കുണ്ട്. അപ്പം അങ്ങനെ അവിടെ കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് പിന്നെ ഞങ്ങൾ നേരെ ബസ് കയറി. പിന്നെ ഓരോരുത്തർ പാട്ടൊക്കെ പാടൽ തുടങ്ങി കേട്ടോ. ഓരോരുത്തർ പാട്ടൊക്കെ പാടി പിന്നെ അതിനനുസരിച്ച് ഓരോ ഡാൻസും കാര്യങ്ങളും ഒക്കെ ആയി. അങ്ങനെ പിന്നെ രാത്രി ഞങ്ങൾ ആരും ഫുഡ് കഴിച്ചിട്ടുണ്ടായില്ല കേട്ടോ. എല്ലാവരുടെ അടുത്തും ഞങ്ങൾ കൊണ്ടുവന്ന സ്നാക്സും അങ്ങനെ ഓരോന്നുണ്ടായിരുന്നു, അതൊക്കെ തിന്നുകാണ്ട് അങ്ങനെ ഓരോരുത്തർ പിന്നെ പാട്ടൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും ഓരോ ഭാഗത്തേക്ക് സൈഡാവൽ തുടങ്ങി കേട്ടോ, ഉറങ്ങൽ തുടങ്ങി. പിന്നെ ഞങ്ങൾ എന്താ വലിയവരൊക്കെ ഉറങ്ങി. ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെ ടി വി ഉണ്ടായിരുന്നു, ആ ടി വിയിൽ സിനിമ ഒക്കെ ഇട്ട് ഞങ്ങളവിടെ എല്ലാവരും അത് കണ്ടിരുന്നു. കുട്ടികളും ബാക്കിയുള്ളവരൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ ഉറങ്ങി കേട്ടോ. അങ്ങനെ അതുകൊണ്ട് മൂമ്മ് പാട്ടാടി, അതേപോലെ തന്നെ ആഫി പാട്ടാടി. ഇതുണ്ടല്ലോ ഇവരൊക്കെ നല്ല തകൃതി ആയിക്കാണ്ട് പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ടൂറ്, ഇങ്ങനെ കല്യാണങ്ങൾ അങ്ങനെയൊക്കെ ആകുമ്പോഴാണല്ലോ ഓരോരുത്തരുടെ കഴിവുകളൊക്കെ നമുക്കറിയാം. മാഷാ അല്ലാ. അങ്ങനെ ഇവരൊക്കെ പാട്ടൊക്കെ പാടിക്കഴിഞ്ഞ് നല്ലൊരു ടൂറായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ടേസ്റ്റ് എന്ന് പറയണത് ഫുള്ളും ഭയങ്കര എന്തോ പോലെ. അപ്പോൾ നല്ല എൻജോയ് ചെയ്തിട്ടോ എല്ലാവരും. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി അടുത്ത വീഡിയോയുമായിട്ട് പെട്ടെന്ന് തന്നെ വരാം കേട്ടോ. ഇത്ര ലോങ് ആവില്ല, ഞാൻ ഇടയ്ക്ക് വരും, ഇടയ്ക്ക് അതേപോലെ തന്നെ ഒന്ന് പോകും. പിന്നെ എപ്പോഴും വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രദ്ധിക്കാം. ഇതിൻ്റെ പാർട്ട് 1 ഇട്ടപ്പോൾ പാർട്ട് 2 എന്നാ വരിക എന്ന് കുറേ ആൾക്കാർ ചോദിച്ചിന് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ കുറേ ആൾക്കാർ കാണുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണുക.